സ്പോട്ട് ലൈവ് തുടരുന്നു. ശിരൂരിൽ നിന്നും കണ്ണീർ കാഴ്ചയാണ് ഇന്നും കാണാൻ കഴിഞ്ഞത്. പുഴയിൽ നിന്ന് കരക്കെത്തിച്ച ലോറിയിൽ നിന്ന് അർജുന്റെ മൊബൈൽ ഫോണും മകനായി വാങ്ങിയ കളിപ്പാട്ടവും ലഭിച്ചു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് ലഭിച്ചു. മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന തുടരുകയാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. അർജുന്റെ വാഹനം, അർജുന് തന്റെ ഇഷ്ടപ്പെട്ട ആ വസ്തു, അതായത് തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞുമകന് വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഓർമ്മകളാണ്. ആ ഓർമ്മകളെല്ലാം കണ്ണാടിക്കലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. എന്നാലും ജിതിൻ ഈ വൈകാരികമായ നിമിഷത്തിൽ ജിതിൻ ചേരുന്നു. ജിതിൻ എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് 2.5 വയസ്സുള്ള മകന് വേണ്ടിയ കളിപ്പാട്ടം. അതെ, അർജുന്റെ മകൻ അയൻകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവായിരുന്നു. അതിന് ഫേവറേറ്റ് ആയതുകൊണ്ട് അർജുൻ അത് തിരിച്ച് ക്യാബിനിലേക്ക് തന്നെ അവൻ്റെ ഒരു അലങ്കാര വസ്തുവായിട്ട് അത് ക്യാബിനിൽ എപ്പോൾ ഉണ്ടാകുന്ന വാഹനമായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് തവണ കയറിയപ്പോഴും ആ വാഹനമൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും മകന് അവൻ കൂടുതലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ തരത്തിലുള്ള ലോറി, അതിനോടനുബന്ധിച്ച വാഹനപരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു കൂടുതലും വാങ്ങിക്കൊടുക്കാറ്. തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ 2 മൊബൈൽ ഫോൺ, വാച്ച്, അതടങ്ങിയ പിന്നെ മറ്റു ഡോക്യുമെന്റ്സ്, മറ്റു പാത്രങ്ങളെല്ലാം, ഡ്രസ്സ് എല്ലാം, അവൻ്റെ അവസാനത്തെ ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ലഭിച്ചു. ഇതൊക്കെ സംബന്ധിക്കുന്നത് വളരെ വളരെ നമുക്ക് ആശ്വാസകരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മളിനി ഓർമ്മയായി, അർജുന്റെ ഓർമ്മയായി കണ്ണാടിക്കലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകും. എന്നാലും ഈ ലോറി, അർജുന്റെ പ്രിയപ്പെട്ട ലോറി, തന്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകി എന്നതാണ് ഇവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KB ബൈജു, ന്യൂസ് 18, ശിരൂർ. KB ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശിരൂരിൽ നിന്ന്. ബൈജു, ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നും പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത്. ഈ കുടുംബാംഗങ്ങൾ തിരികെ നാട്ടിലേക്ക് മടങ്ങിയോ? മൃതദേഹം എന്ന്, അതായത് എപ്പോ, ഏത് സമയത്ത് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ, ജില്ലാ ഭരണകൂടം പറയുന്നത്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള സംഘം ശിരൂരിൽ നിന്ന് മടങ്ങും. നമ്മൾ കാണിച്ച ആ വാർത്ത അത് തന്നെയാണ് ഏറ്റവും ഹൃദയത്തിൽ തൊടുന്ന വാർത്ത. ആ ലോറിയിൽ ഇത്തരത്തിൽ കളിപ്പാട്ടം, നമ്മളൊരു മാസം മുമ്പ് നൽകിയൊരു വാർത്തയാണത്. ഇത്തരത്തിലൊരു കളിപ്പാട്ടം ലോറിയുടെ ക്യാബിന് മുകളിൽ അത്തരത്തിലുണ്ട് എന്ന്. മറ്റൊരു ലോറി, ഇവരുടെ തന്നെ മറ്റൊരു ലോറിയിൽ പോകുന്ന ഒരാളാണ് ഇത്. ഇത്തരത്തിൽ അർജുനെ വിളിക്കുകയും അർജുൻ അപ്പോൾ ഞാൻ കുറച്ച് കിടന്നുറങ്ങിയിട്ട് വരാമെന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് വിശ്രമിക്കണം, അതുകൊണ്ട് ആ സമയത്ത് ആ കളിപ്പാട്ടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് നമ്മോട് ആ കാര്യം പറഞ്ഞത്. ഇങ്ങനെ മകന് വേണ്ടിയുള്ള കളിപ്പാട്ടം കണ്ണാടി മുൻപിൽ അതിന് ഉണ്ടായിരുന്നുവെന്ന്. അത് അതേപോലെ തിരിച്ചു കിട്ടിയെന്നാണ്. അതിൽ ഏതെങ്കിലും ഒരു കേടുപാട്, ഇത്രത്തോളം വലിയ ഒരു ദുരന്തമുണ്ടാകുമ്പോഴും അത് തിരിച്ച് അതേപോലെ തന്നെ ലഭിച്ചു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒപ്പം 2 മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. മറ്റ് RC ബുക്ക്, വാഹനത്തിന്റെ RC ബുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വസ്ത്രം ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സാധനങ്ങൾക്കൊപ്പം ഈ അർജുൻ എപ്പോഴും ഈ ഭക്ഷണപ്രിയനാണ്. പലർക്കും ഇത്തരത്തിൽ ഭക്ഷണം വെച്ചു കൊടുക്കും, സുഹൃത്തുക്കൾക്കൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കും. അതിനായി എപ്പോഴും പാത്രം കരുതും. ആ പാത്രങ്ങളൊക്കെ ലോറി ക്യാബിൻ കാത്തു സൂക്ഷിച്ച് ഇതെല്ലാം അർജുന് തിരിച്ചു കൊടുത്തു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ആ ലോറി ഇത്രത്തോളം വലിയ അപകടത്തിൽപ്പെടുമ്പോഴും അതിന്റെ ക്യാബിൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ക്യാബിൻ അതിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഭദ്രമായി വെച്ച പോലെയാണ് നമുക്കത് കാണാൻ സാധിച്ചത്. അർജുൻ ഉൾപ്പെടെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആ ക്യാബിൻ രീതിയിൽ അത് വെട്ടിപ്പൊളിച്ചാണ് അതിലുള്ള മറ്റ് വസ്തുക്കളൊക്കെ പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ക്യാബിനിൽ കൃത്യമായി എല്ലാ വസ്തുക്കളും പുറത്തെടുത്തു കഴിഞ്ഞു. ലോറി കരയിലേക്ക് എടുത്തു കഴിഞ്ഞു. അതിലൊരു മോതിരം, അർജുൻ സ്ഥിരമായി ധരിക്കുന്ന ഒരു മോതിരമുണ്ട്, അത് നഷ്ടപ്പെട്ടു, അത് കാണാനില്ല. അത് മാത്രമാണ് കുടുംബത്തിന് കിട്ടാതിരുന്നത്. ബാക്കി എല്ലാ വസ്തുക്കളും ലഭിച്ചു. എന്തായാലും ആ കളിപ്പാട്ടം നമുക്ക് കാണുമ്പോൾ 2.5 വയസ്സുള്ള തന്റെ മകൻ അലന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടമാണ് അത്. പിന്നീട് അത് ലോറിയിൽ തന്നെ അർജുൻ സൂക്ഷിക്കായിരുന്നു. തന്റെ ഡ്രൈവിംഗ് സീറ്റിന് മുന്നിൽ അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവിടെ വെച്ചിരുന്നു. അതിന് ഒരു കേടുപാട്
ആർഭാടം കൂടാതെ ആ കളിപ്പാട്ടം ഉൾപ്പെടെ തിരിച്ച് നൽകി എന്നതാണ് തന്റെ പ്രിയപ്പെട്ട ലോറി. അത് തന്നെയാണ് അതിൽ ഏറ്റവും വ്യത്യസ്തമാവുന്നത്. എന്തായാലും ഗംഗാവലി പുഴ അത്രത്തോളം വലിയ അടിയൊഴുക്കും വലിയ തോതിലുള്ള മഴയും ഇതൊക്കെ ഉണ്ടായ കാലാവസ്ഥയിലും 70 ദിവസത്തിലധികം ഇത്തരത്തിൽ 12 മീറ്റർ താഴ്ചയിൽ ഈ ലോറി ഇത്തരത്തിൽ കിടന്നപ്പോഴും അതെല്ലാം അതിൽ ഭദ്രം. ഇപ്പോൾ അർജുന്റെ ഒരു 80% ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് കാർവാറിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ നാളെ ഉണ്ടാകും. എന്നാലും അധികൃതർ നൽകുന്ന വിവരം നാളെ വൈകിട്ടോടുകൂടി എല്ലാ ഈ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വൈകിട്ടോട് തന്നെ നാട്ടിലേക്ക് മടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ അതാണിപ്പോൾ ഒരുക്കം നടത്തുന്നത്. കർണാടക സർക്കാരിന്റെ ചിലവിൽ കർണാടക സർക്കാരിന്റെ ആംബുലൻസിലായിരിക്കും കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുനെ കൊണ്ടുള്ള ഈ ശിരൂരിൽ നിന്നുള്ള അവസാന യാത്ര ആരംഭിക്കുക. അതിനൊപ്പം കർണാടക പോലീസിന്റെ അകമ്പടിയും ഉണ്ടാകും, വീട് വരെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും SP ഉൾപ്പെടെയുള്ള കാർവാർ SP ഉൾപ്പെടെയുള്ള സംഘം അർജുന്റെ വാഹനത്തിന് അനുഗമിക്കും. എന്തായാലും നമ്മളും ഉണ്ടാകും. അർജുനെ ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ തന്നെ ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ 70 ദിവസത്തോളമായി ഈ ദൌത്യം വലിയ തോതിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ ദൌത്യം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എന്തായാലും കിടക്കുകയാണ്. നാളെ വൈകിട്ടോടുകൂടി നമ്മൾ ശിരൂരിൽ നിന്നും യാത്ര തിരിക്കും. തീർച്ചയായും KB ബൈജുവിനെ പോലെ നിരവധി മാധ്യമ പ്രവർത്തകർ ശിരൂരിൽ 2 മാസത്തിലധികമായി തമ്പടിച്ച മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, കർണാടക ഭരണകൂടം ഉൾപ്പെടെയുള്ളവരോട് ആ കുടുംബം നന്ദി പറയുന്നുണ്ട്. കാരണം അത്രയധികം ഒരു മലയാളികൾ കേരളത്തിന്റെ ഒന്നടങ്കം ഈ അർജുന് വേണ്ടി പ്രാർത്ഥിച്ച വലിയ ജനതയുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടാണ് അർജുന്റെ മൃതശരീരം അവിടെ നിന്നും മൃതദേഹം അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ലോറി ഉടമ മനാഫിനും ചിലത് പറയാനുണ്ട്. താൻ 72 ദിവസമായി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ വേദന, വിഷമം പങ്കുവച്ചത്. ഏറ്റവും പ്രധാനം അർജുനെ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് മനാഫ് പറയുന്നത്. എല്ലാവരോടും അർജുന്റെ കുടുംബം നന്ദി പറയുന്നു. സഹോദരി ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിന്റെ ഒരു പാരമ്യത്തിലെത്തിന്, അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ്, മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാണ് അർജുന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അർജുന്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ്. തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും പറഞ്ഞു കഴിഞ്ഞാല് പല പ്രൈവറ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ തെരഞ്ഞതാണ്. 8 ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മള് കടല് മൊത്തം അരിച്ചു പെറുക്കിയതാണ്. അതേമാതിരി കടലിന്റെ അതേ സമയത്ത് തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ്. മീൻസ് പുഴയിൽ ഈശ്വരമലപ്പനെ എന്താ പറയാ, ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ പ്രയത്നിച്ചിട്ടാണ് എന്താക്കണത്, ഇന്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത്. പരിക്കത് ചപ്പി പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത്. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിന്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ
ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ ഉള്ളൂ. നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോ MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് അർജുന്റെ വീടിന് സമീപത്ത് നിന്ന്. അനീഷ്, 72 ദിവസത്തോളം ആ കുടുംബം അനുഭവിച്ച, അർജുന്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദന, അത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രയധികം വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബം, ഈ ഒരു ദുരന്തത്തെയൊക്കെ ഇപ്പോൾ നേരിടാൻ മാനസികമായൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം ഇതിലും വലിയ വേട്ടയാടലുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അർജുന്റെ മൃതദേഹം അത് നാളെ ഇവിടെ നാട്ടിലെത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ടല്ലോ. അവരെന്താണ് ഈ ഒരു വലിയ നഷ്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ടോം, 2-3 ഘട്ടങ്ങളായി വേണം നമുക്ക് ഈ കാര്യത്തെ കരുതാൻ. കാരണം ആദ്യം ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്ന് അറിയുന്നു. ഈ ഉരുൾപൊട്ടലുണ്ടായ ശേഷം അർജുനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഫോണിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ആദ്യ പിടിച്ചുള്ള ഓട്ടമാണ്. ഈ കുടുംബം തങ്ങളുടെ ആളെ കാണാനില്ല എന്ന് പറയുന്നു. അതിനുശേഷം മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തറിയുന്നതിനെ തുടർന്ന് വലിയ ചർച്ചയായി സമൂഹത്തിൽ മാറുമ്പോൾ ഇവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ശിരൂരിലേക്ക്, ഈ ദുരന്തം നടന്ന ഇടത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ഒരു പ്രതീക്ഷ 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിലൊക്കെ അല്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ ഈ ലോറിക്കുള്ളിൽ താമസിക്കാൻ അല്ലെങ്കിൽ തങ്ങാൻ കഴിയും എന്ന രീതിയിലേക്കുള്ള ചില വിലയിരുത്തലുകൾ വരുമ്പോഴും മണ്ണിനടിയിൽ എവിടെയോ കുരുങ്ങിക്കിടക്കുന്ന ഒരാൾ അത്ഭുത കഥകളിലൊക്കെ പറയുന്ന പോലെ വീരപരമായ ഒരു രക്ഷപ്പെടലിലൂടെ അതിജീവനത്തിന്റെ ഒരു പുതിയ കഥയുമായി അർജുൻ പുറത്തേക്ക് വരും ജീവനോടെ എന്ന ഒരു പ്രതീക്ഷയായിരുന്നു ആദ്യ ദിനങ്ങളിൽ ഈ കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടായത്. അതിനുള്ള ഒരു പ്രാർത്ഥനയിലും ഈ രക്ഷാ ദൗത്യം ഓരോ നിമിഷവും വൈകുമ്പോൾ അല്ലെങ്കിൽ ഈ കർണാടക സർക്കാരിന്റെ രീതികളനുസരിച്ച് തെരച്ചിലിനായി മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോഴും അവിടെ എവിടെയോ മൺകൂനിക്കുള്ളിൽ അർജുനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കൂന മാറ്റി അവിടെ പരിശോധന നടത്തണം എന്ന് തിടുക്കപ്പെട്ട് ആവശ്യപ്പെടുന്ന ഒരു കുടുംബത്തെയും മനാഫ് എന്ന ലോറിയുടമയും അതിനോടൊപ്പം നിൽക്കുന്ന നാട്ടുകാരെയുമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത്. എന്നാൽ ആദ്യ ദിവസങ്ങളിലെ തെരച്ചിലിൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഈ കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമായി മാറിയ ഒരു സാഹചര്യത്തിൽ 8 നോട്ട്സ് വരെ വേഗത്തിൽ പുഴയിലെ വെള്ളം താഴേക്ക് കുതിച്ചു പായുമ്പോൾ അതിനൊപ്പം ലോറി ഉണ്ടാകുമോ, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകുമോ എന്ന ആശങ്ക ഒരു വശത്ത്. കാരണം ഈ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഇടമാണ്. അതുകൊണ്ട് കടലിലേക്ക് ഒഴുകിപ്പോയാൽ പിന്നീട് ലോറിയുടെ ഒരു ഭാഗം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ കാലം. അപ്പോൾ പ്രതീക്ഷകളുടെ തുരുത്തുകളെല്ലാം മാറിപ്പോയ, അകന്നുപോയ ഒരു സമയമായിരുന്നു. അതിനെ രണ്ടാം ഘട്ടമെന്ന് വിശേഷിപ്പിക്കാം. പിന്നീട് ഈ വയനാട് ദുരന്തത്തെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് സംഭവിച്ച ശേഷവും പിന്നീട് വീണ്ടും തെരച്ചിലിന്റെ ഒരു സാധ്യതകൾ തേടുന്ന കുടുംബം. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാവുന്നു, വെള്ളത്തിന്റെ തോത് കുറയുന്നു, മഴ ആവർത്തിച്ചുണ്ടാകുന്ന മഴയ്ക്കൊരു നേരിയ മാറ്റം വരുന്നു. അപ്പോൾ വീണ്ടും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനായി സന്നാഹങ്ങളെ ഒരുക്കാൻ എല്ലാ അധികൃതരുടെയും പിന്നാലെ വാതിലുകൾ മുട്ടി നടക്കുന്ന ഒരു കുടുംബത്തെ കാണുന്നു. ഒപ്പം ഈ കുടുംബം ഓരോ തവണ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് നമ്മളും വളരെ സജീവമായി തന്നെ ഈ വിഷയം നിർത്തുന്നു. നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടർ കെ ബൈജു ഒക്കെ മഴയിലും മഞ്ഞിലും തണുപ്പിലും ഒക്കെ ദിവസങ്ങളോളം നിന്നാണ് ഈ കുടുംബത്തിന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്നാണ് അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ അവരുടെ ഒരു പങ്ക് വഹിക്കുകയും സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് പോലും മാധ്യമപ്രവർത്തകർ ഒരു പങ്ക് വഹിച്ച ഒരു സമയം. ഇങ്ങനെ 2-3 ഘട്ടങ്ങളിലായി ആ കുടുംബം പോയ സാഹചര്യത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞ് 3ാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴും ഈ തെരച്ചിലിൽ ഒരു പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുമോ എന്ന സന്ദേഹങ്ങൾ പല സ്ഥലത്തു നിന്നും ഉയർന്നിരുന്നു. കാരണം ഈ പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഇങ്ങനൊരു ആൾക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത്. ഇതിനെ ഒരു മിഷൻ ഇമ്പോസിബിൾ, അതായത് നടക്കാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ദൗത്യമെന്ന് പോലും വിശേഷിപ്പിച്ച ആളുകളെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ട്. അതിന് പറയുന്നത്
പുത്തുമല ദുരന്തത്തിലും വയനാട് ദുരന്തത്തിലുമൊക്കെ കാണാതായ ആളുകളെ ഇപ്പോഴും അവർക്ക് ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി താഴേക്ക് ഒലിച്ചു പോയപ്പോൾ കാണാതായ ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് പലപ്പോഴും ഈ മിഷനെ, ഈ ദൗത്യത്തെ ഒരു നിസാരവൽക്കരിക്കുന്ന ശ്രമം നടത്തിയത്. അപ്പോഴും അവരുടെ കുടുംബം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഈ മണ്ണ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ ജലപ്പരപ്പിനുള്ളിലെ മൺകൂനയ്ക്കുള്ളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ കാണും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്തായാലും ആ പ്രതീക്ഷ അക്ഷരം പ്രതി കൃത്യമായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നലെ ആ ലോറി ഉയർത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു വാഹനത്തിനുള്ളിൽ എങ്ങനെ വിശ്രമിക്കുമോ അതേ രീതിയിൽ തന്നെ അതോടുകൂടി തന്നെ താഴേക്ക് പതിക്കുന്ന ആ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അയാൾ തന്റെ കുട്ടിക്കായി വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളും ഒരു പോറൽ പോലും ഏൽക്കാതെ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ ഒരു സാഹചര്യം. അങ്ങനെ ആ കുടുംബവും ആ ലോറിയുടെയും ഒക്കെ പറഞ്ഞ ഇടത്ത് തന്നെ തെരച്ചിൽ നടത്തിയപ്പോൾ ആ ലോറി കണ്ടെത്താൻ കഴിയുന്നു. ഒരുപക്ഷെ ലോറി മാത്രമാണ് കണ്ടെത്തിയത്. അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അനിശ്ചിതത്തിലാവേണ്ട ഒരു ദൗത്യമായി മാറിയിരിക്കാവുന്ന ദൗത്യം. പക്ഷെ അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് പോസിറ്റീവായാണോ അല്ലെങ്കിൽ ഒരു ശുഭകരമായ പര്യവസായിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. പക്ഷേ മറുവശത്ത് പരിശോധിക്കുമ്പോൾ അതൊരു ഇങ്ങനെ മാത്രമേ ഇത് അവസാനിക്കാൻ കഴിയൂ എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ തെരച്ചിൽ നടത്തി ലഭിക്കാതെ വരുമ്പോൾ അനിശ്ചിതമായ ഒരു ദൗത്യമായി മാറുമ്പോൾ ആശ്വാസകരമാണ്. കാരണം അവസാനം അവർ ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതും അർജുന്റെ മൃതഅവശിഷ്ടങ്ങളും എങ്കിലും ലഭിക്കണമെന്നായിരുന്നല്ലോ. ഇപ്പോൾ ആരൊക്കെയാണ് അനീഷ് വീട്ടിലുള്ളത്? കാരണം ഇന്നലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരൊക്കെ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ വീട്ടിൽ കുടുംബാംഗങ്ങൾ ആരൊക്കെയുണ്ട്? നാളെ മൃതദേഹം എത്തിക്കുമെന്ന് പറയുന്നു. ഈ സംസ്കാര ചടങ്ങുകളും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭ്യമാണോ? എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്നൊക്കെ? ടോം അദ്ദേഹത്തിന്റെ സഹോദരിമാരും അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകളാണ് ഈ വീട്ടിലുള്ളത്. ഒരു സഹോദരനും ജിതിനും ബന്ധുവും കൂടിയാണ് സ്ഥലത്തു നിന്നും ശിരൂരിലേക്ക് പോവുകയും അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് നാളെ വൈകിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതിക അവശിഷ്ടം കുടുംബത്തിന് ലഭിക്കുമെന്നാണ്. അതിനുശേഷം ഏതാണ്ട് 10-12 മണിക്കൂർ യാത്ര ഉണ്ട് ശിരൂരിൽ നിന്നും സഞ്ചരിച്ച് കാർവാറിൽ നിന്നും സഞ്ചരിച്ച് ഈ കോഴിക്കോട്ടെ കണ്ണാടിക്കൽ എന്ന സ്ഥലത്ത് എത്താൻ. ഈ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. ഒപ്പം പോലീസ് അകമ്പടി, കർണാടക പോലീസിന്റെ അകമ്പടിയുണ്ട്. പൂർണ്ണ ചെലവുകൾ കർണാടക വഹിക്കുമെന്ന് ഇതിനകം അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എസ്കോർട്ടോടുകൂടി അകമ്പടിയോടുകൂടിയൊക്കെ വന്നാലും ഏതാണ്ട് 8 മുതൽ 10 മണിക്കൂറൊക്കെ ചുരുങ്ങിയത് വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം അവിടെ നിന്നും പുറപ്പെട്ടാൽ മറ്റന്നാൾ പുലർച്ചെ ആവും ആ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ ഈ കണ്ണാടിക്കലെ വീട്ടിലെത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ ഉച്ചയ്ക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഈ വീട്ടിൽ ഉള്ളത്. വീടിന്റെ പിൻവശത്തുള്ള ഒരു ചെറിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അവിടെ ഇനിയും മതപുരോഹിതർ വന്നൊക്കെ ആ സ്ഥാനം നിശ്ചയിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കുടുംബം നേരത്തെ അറിയിച്ചത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ആ വശത്ത് പുരോഗമിക്കുകയാണ്. എന്തായാലും നാളെ വൈകുന്നേരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശിരൂരിലേക്ക് വീണ്ടും പോകുന്നു. KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്ന് മറ്റ് 2 മൃതദേഹങ്ങൾ, മറ്റ് 2 കാണാതായ മറ്റ് 2 പേരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്, വീണ്ടും നടക്കുന്നുണ്ട്. എത്ര ദിവസം കൂടി ഡ്രഡ്ജർ അവിടെ ഉണ്ടാകും? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഇന്ന് അർജുന്റെ മറ്റു ചില ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചുവെന്നാണല്ലോ. പൂർണ്ണമായും ഈ അർജുന്റെ ശരീരഭാഗം പൂർണ്ണമായും അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ ബൈജു? ടോമെ, ഈ ജഗന്നാഥിനും ലോകേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അത് തുടരും എന്ന് തന്നെ കഴിഞ്ഞ ദിവസം കാർവാർ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നും അവർക്കായുള്ള തിരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ നടക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ ക്യാബിനകത്ത് നിന്നും അർജുന്റെ ഒരു കൈയുടെ അസ്ഥിയാണ് കിട്ടിയത്. ആ മൊബൈൽ ഫോണും മറ്റും കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു അസ്ഥി കൂടി ഇന്ന് ആ ക്യാബിൻ പൊളിച്ചപ്പോൾ അതിൽ നിന്നും ലഭിച്ചു. ഏതായാലും 80% ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരെ കൂടി കാണാതായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ DNA പരിശോധന നിർബന്ധമാക്കിയത്. കാരണം നാളെ ഏതെങ്കിലും തരത്തിൽ അതൊരു നിയമപ്രശ്നം ആകരുത് എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായി അത് DNA സാമ്പിൾ ശേഖരിച്ച് മംഗളൂരുവിൽ ലാബിൽ നിന്നും ആ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രം ഈ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. കാരണം അത്
പിന്നീട് അതൊരു പ്രശ്നം ആവും, നിയമപ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഉചിതമായ യാത്രയപ്പ് തന്നെ അവസാനമായി ഈ അർജുന് ഉണ്ടാകും. അത് കർണാടക സർക്കാരായാലും കേരളത്തിലായാലും ഈ ലോറി ഓണേഴ്സ് അസോസിയേഷനൊക്കെ വലിയ തോതിൽ ഓരോ ഇടങ്ങളിലും അർജുന്റെ മൃതദേഹം അത്തരത്തിൽ കടത്തിവിടാനും മറ്റും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങളുടെ ഒക്കെ ആ കാഴ്ചകൾ അതോടുകൂടിയായിരിക്കും ഇങ്ങനെ ഇത്തരത്തിൽ ആംബുലൻസ് പുറപ്പെടുക. നാളെ വൈകിട്ട് പുറപ്പെട്ടാൽ രാത്രി യാത്രയാകുമ്പോൾ വലിയ തോതിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത് മാത്രമല്ല, കേരളത്തിൽ നിന്നും കാസർഗോഡ് മുതൽ ഈ കണ്ണാടിക്കൽ വരെ ഈ വഴി ക്ലിയർ ചെയ്യാൻ മറ്റുമായി ഈ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി ക്ലബ്ബുകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ജിതിനും അതുപോലെ തന്നെ അഭിജിത്തും ഈ ആംബുലൻസിൽ തന്നെ അർജുനൊപ്പം തന്നെ വീട്ടിലേക്ക് കണ്ണാടിക്കലിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നാളത്തെ ആ DNA പരിശോധനാ ഫലം ലഭിച്ചാൽ പിന്നീട് വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അത് തന്നെയാണ് SP-യും കലക്ടറും ഒക്കെ അറിയിച്ചത്. ഏതായാലും SP നേരിട്ട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഈ ആംബുലൻസിനൊപ്പം തന്നെ അകമ്പടിയായി വരുന്നുണ്ട്. കൂടാതെ കൂടുതൽ പോലീസ്, കർണാടക പോലീസ് ഒക്കെ ഉണ്ടാകും. എന്തായാലും അത്തരത്തിൽ അർജുന് ഒരു യാത്രയപ്പ് തന്നെ ഈ ശിരൂരിൽ നിന്നും നൽകിയാണ്. നമ്മളും ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. 2 മാസത്തിലധികമായുള്ള ദൗത്യം അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏതായാലും നമ്മൾ ദിവസവും ചോദിക്കുന്നതാണ് അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ. ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു. അത് മാത്രമല്ല, ആ ക്യാബിനകത്ത് അർജുന്റെ മൃതദേഹം, അത് കൃത്യമായി ആ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ മൃതദേഹം ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സങ്കടമാവും. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും ഒക്കെ ഈ റിപ്പോർട്ടിങ്ങിനിടെ ഉണ്ടായിരുന്നു. ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു. പല തരത്തിലുള്ള ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടി വന്നു. ഏതായാലും അത്തരത്തിൽ നമുക്ക് ഏതായാലും ഒരു അഭിമാനമുണ്ട്. ഈ കുടുംബത്തിന് അറിയണമായിരുന്നു എവിടെയാണ് അർജുൻ, എന്ത് സംഭവിച്ചു അർജുൻ എന്ന്. ആ കാര്യത്തിന് ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. ബൈജു ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദം മുഴങ്ങിയത് കൊണ്ടാണ് ഈ അർജുന് വേണ്ടിയുള്ള ഈ അന്വേഷണം, തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ കാരണമായത് തന്നെ. എന്തായാലും ഈ അർജുന്റെ പ്രിയപ്പെട്ടവർ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവനെ, അർജുനെ അവസാനമായി കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്.